മൂത്രം പഴകാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വെളുത്ത ഒരു ഊറൽ, ഒരു അപക്ഷിപ്തം ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അത് കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതരിച്ച് മാറ്റേണ്ടതുണ്ടോ? അതോ മസാജ് ചെയ്യാൻ അതും കൂടി ചേർന്നിട്ടുള്ള യൂറിൻ നല്ലതാണോ? എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും പലരും ഉന്നയിക്കാറുണ്ട്. മൂത്രത്തിൽ കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന മിനറലുണ്ട്. മൂത്രം പഴകുമ്പോൾ ഒരു വെളുത്ത പൊടി രൂപത്തിൽ അത് കുപ്പിയിൽ അടിഞ്ഞുകൂടും. കാൽസ്യവും ഫോസ്ഫറസും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. ഈ മിനറൽ നമ്മുടെ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ ഉള്ളതാണ്. എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ ആരോഗ്യം നൽകുന്നതിന് സഹായിക്കുന്നതാണ്. കോശങ്ങളുടെ ഊർജ്ജോൽപാദനത്തെയും അതുപോലെ നാഡീപ്രവർത്തനത്തെയും ഒക്കെ സഹായിക്കുന്ന ഒരു സംയുക്തം കൂടിയാണിത്. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിനും കാൽസ്യം ഫോസ്ഫേറ്റ് സഹായകരമാണ്. അതിനാൽ ഇതിൻ്റെ സാന്നിധ്യം ഒരിക്കലും നമുക്ക് യാതൊരു ദോഷവും ചെയ്യുന്നില്ല, ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതേപോലെ യൂറിയ പഴകുമ്പോൾ ഈ അമോണിയയായിട്ട് വിഘടിക്കുമ്പോഴും ഇത്തരത്തിൽ വെളുത്ത അവക്ഷിപ്തം മൂത്രത്തിൻ്റെ അടിയിൽ ഫോം ചെയ്യും. പഴകിയ മൂത്രത്തിലെ അമോണിയ മൂത്രത്തിൻ്റെ ക്ഷാരഗുണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചർമ്മത്തെ ക്ലീൻ ചെയ്യാനും സോഫ്റ്റാക്കാനും മുറിവുണക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളും മൂത്രത്തിൽ അപക്ഷിപ്തമായിട്ട് ഉണ്ടാകും. പക്ഷേ ഇതൊന്നും തന്നെ ഹാനികരമല്ല. ഹാനികരമായ അളവിൽ ഇവയൊന്നും മൂത്രത്തിലില്ല. ഈ വെളുത്ത അവക്ഷിപ്തം ഉൾപ്പെടെയുള്ള മൂത്രം മസാജിന് ഉപയോഗിക്കാം. അവക്ഷിപ്തം ഒഴിവാക്കിയിട്ടും മസാജ് ചെയ്യാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ അവക്ഷിപ്തത്തിൻ്റെ സാന്ദ്രത കുറയും. ഏതായാലും ഇങ്ങനെ കാണുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവരിലും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരിലും ഈ അവക്ഷിപ്തത്തിൻ്റെ ഗാഠത ചിലപ്പോൾ കൂടുതലായിട്ടുണ്ടായിരിക്കും. അത് ആൽക്കലൈൻ ഭക്ഷണം കഴിക്കുകയും യൂറിൻ നന്നായിട്ട് സേവിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം രോഗങ്ങൾക്കും നമുക്ക് ശമനം ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നന്ദി.